കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കട്ടെ. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ പ്രഭാത സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരികെയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 28-ഉം 29-ഉം വാക്യങ്ങൾ. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു, ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ കാലഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായൊരു ചിന്തയാണ് ദൈവിക തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്, അല്ലേ? കർത്താവിൻ്റെ ശുശ്രൂഷയുള്ള ബന്ധത്തിലും കർത്താവിൻ്റെ വേലയുടെ സ്തോത്രം ഒരു ഭാഗം വഹിക്കുന്ന പലരും ഈ കാലഘട്ടത്തിലുള്ളവരാണ്. പലപ്പോഴും പലരെയും തെരഞ്ഞെടുത്തതിൻ്റെ പുറകിൽ ദൈവത്തിന് കൃത്യമായ ഉദ്ദേശമുണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ചറിയണം. വേദപുസ്തകം വായിക്കുമ്പോൾ ആദിമ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകം മുതൽ ഇങ്ങോട്ട് വായിക്കുന്ന സമയത്ത് പലരെയും ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ട്, അല്ലേ? ദൈവത്തിൻ്റെ പദ്ധതിക്കായിട്ട്, ദൈവത്തിൻ്റെ ഹിതത്തിനായിട്ട്, ദൈവത്തോടുകൂടെ നടക്കാൻ, ദൈവത്തോടുകൂടെ ഇടപെടാൻ, ദൈവത്തോട് സംസാരിപ്പാൻ പലരെയും തിരഞ്ഞെടുത്തതായിട്ട് നമ്മൾ വായിക്കപ്പെടുന്നത്. അതിൽ ഒന്നാമനെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനാണ് ഹാനോക്ക്. ദൈവത്തോടുകൂടെ നടന്നവൻ, ദൈവത്തോടുകൂടെ നടക്കുവാൻ ഇഷ്ടപ്പെട്ടവൻ, ഇല്ലെങ്കിൽ ദൈവത്തോടെ നടക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യൻ. ദൈവം തിരഞ്ഞെടുത്തവർക്കല്ലാതെ ഒരിക്കലും ദൈവപദ്ധതിയിൽ നിൽക്കാൻ തക്കവണ്ണം കഴിയത്തില്ല. ഈ കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു ചിന്ത ഞാൻ വചനത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും പലരും ദൈവപദ്ധതിയിൽ നിന്ന്, ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന്, ഉപദേശങ്ങളിൽ നിന്ന് വീണുപോകുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയും, അല്ലേ? നമ്മൾ പെന്തക്കോസ്ത് മാർഗത്തിനകത്ത് അത് ഈ കാലത്ത് വളരെ കൂടി വരുന്ന ഒരു കാര്യമാണ്. അതിനകത്ത് ഒറ്റ മറുപടി തിരുവചനത്തിനകത്ത് ഇന്ന് നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ. കാര്യം അവർ ദൈവം തിരഞ്ഞെടുത്തിട്ടില്ലാത്തതുകൊണ്ടാണ്. സ്തോത്രം. അപ്പം ദൈവം തിരഞ്ഞെടുത്തവരാണെങ്കിൽ ഒരിക്കലും അവർ ഇൻ കേസ് അവരുടെ റൂട്ട് മാറിയാലും, അവരുടെ വഴി മാറിപ്പോയാലും തിരികെ ദൈവം അവരുടെ ദൈവപദ്ധതിയിലേക്ക് ദൈവം അവരെ കൊണ്ടുവരും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. ദൈവം വിളിച്ചവരുമുണ്ട്, ദൈവത്തെ വിളിച്ചവരുമുണ്ട്. രണ്ട് ചിന്തകൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. സ്തോത്രം. ദൈവം വിളിച്ചവരുടെ പ്രത്യേകത, ഏത് പ്രതിസന്ധിയോ, ഏത് പ്രതികൂലമോ, ഏത് പ്രയാസമോ ജീവിതത്തിൽ കടന്നു വന്നാലും സ്തോത്രം, അതിനെ സമ്പൂർണ്ണ മനസ്സോടുകൂടെ സഹിക്കുകയും ദൈവം അവനെ ബലപ്പെടുത്തുകയും, സ്തോത്രം, ദൈവ പദ്ധതിക്കകത്ത് ദൈവം അവനെ നിലനിർത്തുകയും ചെയ്യും. ഇതാണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ്. അതാണ് കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. എന്തുവാ? സ്തോത്രം. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു, ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. എന്തിനാ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് അങ്ങനെ വെളിപ്പെട്ടത്? കഴിവുള്ളവരില്ലാഞ്ഞിട്ടാണോ? ബലമുള്ളവരില്ലാഞ്ഞിട്ടാണോ? സ്തോത്രം. ജ്ഞാനികളും വിവേകികളും ഇല്ലാഞ്ഞിട്ടാണ്. നമുക്കറിയാം, സംസാരിക്കുന്ന അഹരോനുള്ളപ്പോൾ ദൈവം തിരഞ്ഞെടുത്തത് വിക്കനായ മോശയല്ലേ? സ്തോത്രം. അപ്പം കഴിവുകൾ ബേസ് ചെയ്തല്ല ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് വെളിപ്പോൾ. സമൂഹത്തിലോ, കുടുംബത്തിലോ, ദേശത്തിലോ, ചുറ്റുപാടിലോ, സംഘടനയിലോ, പ്രസ്ഥാനത്തിലോ നീ ബലഹീനനാണെങ്കിൽ, നീ കഴിവില്ലാത്തവനെന്ന് ലോകം നിന്നെക്കുറിച്ച് പറയുന്നെങ്കിൽ നിന്റെ മേലാണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. യഹൂദന്റെ പാരമ്പര്യം അനുസരിച്ച് അനുഗ്രഹിക്കപ്പെടേണ്ടത് യേശാവല്ലേ? പക്ഷേ ദൈവം അനുഗ്രഹിച്ചത് ആരെയാണ്? യാക്കോബിനെയല്ലേ ദൈവം അനുഗ്രഹിച്ചത്? അതാണ് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്, അല്ലേ? സ്തോത്രം. യാക്കോബിന്റെ 12 മക്കളിൽ നമുക്കറിയാം, രൂബേൻ തുടങ്ങിയുള്ള തലമുറകളിൽ നമുക്കറിയാം, മൂത്തവനൊക്കെ അല്ലേ അനുഗ്രഹിക്കപ്പെടേണ്ടത്. പക്ഷേ ദൈവം അവരെ അനുഗ്രഹിച്ച 11-ാമത്തവനായ യോസെഫിനെ ദൈവം മാനിപ്പാൻ തക്കവണ്ണം ഇടവന്നു. അതാണ് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞത്. എന്തിനാ ആ ഒരു തെരഞ്ഞെടുപ്പ് വെളിപ്പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിനാണ് ദൈവം അങ്ങനെയുള്ളവരെ തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം ഇടവന്നത് എന്ന് നമ്മൾ നിശ്ചയമായിട്ട് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ദൈവകൃപയാണ് നമ്മുടെ മേൽ വെളിപ്പെടേണ്ടത്, അല്ല നമ്മുടെ ബുദ്ധിയോ ചിന്തയോ നമ്മുടെ ആഗ്രഹവുമല്ല. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞത്, സ്തോത്രം, ഹല്ലേലൂയ, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്. സ്തോത്രം. ദൈവമാണ് നമ്മെ തിരഞ്ഞെടുത്തത്. ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന മേഖല വിശ്വസ്തയോടെ ഇരിക്കുക. നമുക്ക് പറയാനോ പുകഴാനോ ഒന്നുമില്ല. സകല മഹത്വവും പുകഴ്ചയും മാനവും എല്ലാം നമ്മുടെ കർത്താവിനാണ്. കർത്താവ് നമ്മെ നിർത്തിയിരിക്കുന്നത് കൊണ്ട് നാം നിൽക്കുന്നു. സ്തോത്ര. കൃപയാൽ നിലനിൽക്കുക. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഈ സന്ദേശത്തിനാണ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവം തെരഞ്ഞെടുത്ത് ദൈവ പദ്ധതിയിലാക്കി വെച്ച ദൈവമക്കൾക്കാണ് സ്തോത്രം. ആ തെരഞ്ഞെടുപ്പിനെ മാനിച്ച് കർത്താവ് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവിക പദ്ധതിയിൽ വിശ്വസ്തരായി മുന്നോട്ട് പോകുവാൻ അവിടെ ഞങ്ങളെ സഹായിച്ചാണ്. എല്ലാ നന്മകളാൽ ദൈവം നൽകി സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത്തും. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.